നമസ്കാരം. ഞാൻ ഡോക്ടർ M.Sarngadharan. കഴിഞ്ഞ 5 ലക്കങ്ങളിലായി നമ്മൾ കേരള സംസ്ഥാന ബജറ്റിലെ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്ന വേളയിൽ ധനമന്ത്രി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വരികയാണ്. ഇത് അവസാന എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനെടുക്കുന്ന വിഷയം ടൂറിസമാണ്. നമുക്കറിയാം, ആഗോളതലത്തിൽ ടൂറിസം വ്യവസായം എല്ലാ രാഷ്ട്രങ്ങളിലും, അത് വികസിത രാഷ്ട്രമെന്നോ വികസ്വര രാഷ്ട്രമെന്നോ വ്യത്യാസമില്ലാതെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായ ശാഖയാണ്. വ്യവസായ ശാഖയെന്ന് പറയുമ്പോൾ ടൂറിസം നമ്മൾ സേവന മേഖലയിലാണ് വരുന്നതെങ്കിലും ടൂറിസം ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ വികസിച്ചു വരുന്നതിനുള്ള കാരണം നിരവധി സംരംഭങ്ങളും നിരവധി രംഗങ്ങളിലെ ബിസിനസ്സും അതുപോലെ തന്നെ മറ്റിടപാടുകളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ടൂറിസം ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത്. നമുക്ക് പ്രധാനമായി തന്നെ നമുക്കറിയാം, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ടൂറിസം ഓപ്പറേറ്റേഴ്സ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്, ടൂറിസ്റ്റ് പ്രോഡക്ട്സ് തുടങ്ങി നിരവധി ഘടകങ്ങൾ ഒത്തുചേരുന്നതാണ് ടൂറിസം ഇൻഡസ്ട്രി. ടൂറിസം ഇൻഡസ്ട്രി ആഗോളതലത്തിൽ നമ്മൾ പരിശോധിച്ചാൽ വികസിത രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന, ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടുന്ന, ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ്. ലോകത്ത് മൊത്തമുള്ള ടൂറിസം വ്യവസായത്തെ നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം 10% തൊഴിൽ നൽകുന്നത് ടൂറിസം ഇൻഡസ്ട്രിയാണ്. അതേപോലെ തന്നെ 9% GDPയും ഈ രംഗത്ത് നിന്നാണ് ലഭിക്കുന്നത്. ലോക ടൂറിസം ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ വലുതൊന്നുമല്ല. എങ്കിലും ആഗോളതലത്തിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട, ഒരു ടൂറിസ്റ്റ് തീർച്ചയായും കണ്ടിരിക്കേണ്ട 50 സ്ഥലങ്ങളെടുത്താൽ അതിൽ കേരളം ഉൾപ്പെടുന്നു എന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ടൂറിസം വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിനും അനുബന്ധമായി നിരവധി തൊഴിൽ മേഖലകളെ വികസിപ്പിച്ചെടുക്കുന്നതിനും സർക്കാരിന് ബാധ്യതയുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ ടൂറിസം ഇൻഡസ്ട്രിയെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തേണ്ടതും വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത്. ടൂറിസം ഇൻഡസ്ട്രി കേരളത്തിലെടുത്ത് നോക്കിയാൽ നമുക്ക് സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇടപെടലും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ സംരംഭങ്ങളുടെ ഇടപെടലും സഹകരണ മേഖലയിലുള്ള സ്ഥാപനങ്ങളുടെ ഇടപെടലും നമുക്ക് കാണാനാവും. അതിപ്പറഞ്ഞ രീതിയിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയുടെ കാര്യത്തിലായാലും അത് മറ്റുള്ള രംഗങ്ങളിലും ഒക്കെ വളരെ വിപുലമായ തോതിൽ ഉണ്ട്. ഭാഗ്യവശാൽ കേരളത്തിൽ ധാരാളം ടൂറിസം ഉൽപ്പന്നങ്ങളുണ്ട്. അടുത്ത് നടന്ന ഒരു ഗവേഷണ പഠനം തെളിയിക്കുന്നത് ഇങ്ങനെ ധാരാളം ഇൻഡസ്ട്രികളുണ്ടെങ്കിൽ, ധാരാളം പ്രോഡക്റ്റുകൾ ടൂറിസം ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ടൂറിസം വ്യവസായം തീർച്ചയായും കേരളത്തിന് കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യും. അതേപോലെ തന്നെ കൂടുതൽ വിദേശ നാണ്യവും അതുപോലെ തന്നെ സ്വദേശത്ത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനുള്ള ഒരിനമായി മാറുകയും ചെയ്യും. നമുക്കറിയാം, തുടരെ 2 വർഷങ്ങളിലുണ്ടായ മഴക്കെടുതി, നിപ്പ രോഗം പടർത്തിയ ഭീതി, തുടർന്ന് COVID-19 പരത്തിക്കൊണ്ടിരിക്കുന്ന വൻഭീതി, ഇതൊക്കെ ടൂറിസം ഇൻഡസ്ട്രിയാണ് കേരളത്തിലെന്നല്ല ലോകമാസകലം വ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ അത് വളരെ കൂടുതൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണക്കിലെടുക്കണം. അതുകൊണ്ടൊരു കോവിഡാനന്തര കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ടൂറിസം ഇൻഡസ്ട്രി വളരെ പ്രാമുഖ്യത്തോടെ കേരളം പരിഗണിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ വിഭവ സമാഹരണം, പ്രത്യേകിച്ച് ധനവിഭവം കണ്ടെത്തുന്നതിന് വേണ്ടി ധനമന്ത്രിക്ക് വലിയൊരു പങ്കുണ്ട്. പക്ഷെ നമ്മൾ ഒന്നോർത്തിരിക്കേണ്ടത്,
ആഗോളതലത്തിലുള്ള വിവിധ ഏജൻസികളും അതുപോലെ തന്നെ ഇന്ത്യ സർക്കാരും ഇന്ത്യ ഗവൺമെന്റും ഒക്കെ ടൂറിസം വികസനത്തിന് വേണ്ടി പണം നൽകുന്നുണ്ട്. അവയെ പരമാവധി പ്രയോജനപ്പെടുത്താൻ കേരള സർക്കാരിനായാൽ ഒരുപക്ഷെ ധനവിഭവത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം കൂടാതെ വരും. മാത്രമല്ല മാനേജ്മെന്റ് തലത്തിലും പ്രൊഫഷണൽ തലത്തിലും ഇതിനെ സംബന്ധിച്ച ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിനുള്ള നിരവധി ഏജൻസികളുണ്ട്. UN-ന്റെ കീഴിലുള്ള വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ സ്പെയിൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒന്നാണ്. അവിടെ നിന്ന് പോലും നമുക്ക് പ്രൊഫഷണൽ സഹായം കിട്ടും. നമുക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ടൂറിസം പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് ഒരു സംശയമില്ല, ആയുർവേദം ആൻഡ് യോഗ ടൂറിസമാണ്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സവിശേഷ സ്ഥാനമുള്ള ഒരു ഉൽപ്പന്നം തന്നെ. രണ്ടാമത്തെ കാര്യം, നിരവധി ആശുപത്രികൾ സ്വകാര്യ മേഖലയിലും സഹകരണ മേഖലയിലും വരികയും കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ വരികയും ചെയ്ത അവസരത്തിൽ നമുക്ക് മെഡിക്കൽ ടൂറിസത്തിനും ഡെന്റൽ ടൂറിസത്തിനും വളരെ കൂടുതൽ സാധ്യതകളുണ്ട്. മറ്റ് വികസിത രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡെന്റൽ ടൂറിസത്തിലായാലും മെഡിക്കൽ ടൂറിസത്തിലായാലും വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ചികിത്സാ സൗകര്യങ്ങൾ വിദേശികൾക്ക് നൽകാനാവും. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ പലതിൽ നിന്നും കേരളത്തിൽ ഈ മെഡിക്കൽ ആൻഡ് ഡെന്റൽ ടൂറിസത്തിന് വേണ്ടി എത്താറുണ്ട്. മറ്റൊരു രംഗം എന്ന് പറയുന്നത് കേരളത്തിന്റെ തനതായ ഒരു ഉൽപ്പന്നമാണ് ബാക്ക് വാട്ടർ ടൂറിസം. ബാക്ക് വാട്ടർ ടൂറിസത്തിൽ നിരവധി പദ്ധതികൾ പലപ്പോഴായി ഗവൺമെന്റ് ആവിഷ്കരിച്ച് കൊണ്ടിരിക്കുകയാണ്. പലതും പകുതി പൂർത്തിയായ രീതിയിലും ഒക്കെയാണ്. ആ ബാക്ക് വാട്ടർ ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ കൂടുതൽ വികസന സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ വിദേശികളെയും സ്വദേശികളായ ടൂറിസ്റ്റുകളെയും ആകർഷിക്കുന്നതിന് വേണ്ടി കഴിയും. കേരളത്തിന്റെ മറ്റ് തനതായ ഒരു ടൂറിസമാണ് ഇക്കോ ടൂറിസം. തെന്മല കേന്ദ്രമാക്കിയ ഒരു സർക്കാർ സംരംഭം തന്നെ അതിനുവേണ്ടി ഉണ്ട്. അതുപോലെ ബേക്കലിൽ നമുക്ക് ടൂറിസത്തിന് വേണ്ടിയുള്ള പ്രൊമോഷൻ സാധ്യതകളുണ്ട്. സർക്കാർ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് പുറമെ വനം വന്യജീവി വകുപ്പ്, മ്യൂസിയം വകുപ്പ്, ഇറിഗേഷൻ വകുപ്പ്, ആർക്കിയോളജി വകുപ്പ്, ഇങ്ങനെ തുടങ്ങി വിവിധ വകുപ്പുകളും ടൂറിസം പ്രോഡക്റ്റുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവയുടെ കാര്യം അവരവരുടെ അധീനതയിലുള്ളതാണ്. ഇതെല്ലാം ഏകോപിപ്പിച്ച് ടൂറിസം ബിസിനസ് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. ടൂറിസത്തിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ വരുന്ന ആളുകൾ ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള നമുക്ക് മറ്റൊരു പ്രൊഡക്റ്റ് കൂടി ഉൾപ്പെടുത്തണം, ഫെസ്റ്റിവൽ ടൂറിസം. കേരളത്തിന്റെ തനതായ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ നമുക്കുണ്ട്. മത ചടങ്ങുകളായി ചിലത് പരിഗണിക്കപ്പെടുമെങ്കിലും അതിനതീതമായ ചില ഫെസ്റ്റിവലുകളും നമുക്കുണ്ട്. തൃശ്ശൂർ പൂരം, ശബരിമല തീർത്ഥാടനം തുടങ്ങിയവ ഇതിൽ പെടുന്നുണ്ട്. ഇവയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം, അനുബന്ധമായി ഒരുപാട് ബിസിനസ്സിന് ഇതിന് സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ കരകൗശല ഉൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ കയർ ഉൽപ്പന്നങ്ങൾ, ഇവയൊക്കെ വിദേശികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ. അവയുടെ വിൽപ്പന കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ടൂറിസം ഇൻഡസ്ട്രിയുടെ വികസനം നമുക്ക് സാധിക്കും. അതുകൊണ്ട് വളരെ ക്രമനിബദ്ധമായ ഒരു സമീപനം ടൂറിസം ഇൻഡസ്ട്രിയിൽ നമ്മൾ വരുത്തുകയാണെങ്കിൽ വളരെ കൂടുതൽ സാധ്യതകൾ അതിനുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടേതായ തനത് ടൂറിസം ഉൽപ്പന്നങ്ങൾ വളരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിനും അത് കൊണ്ടുപോകുന്നതിനും ഒരു കാര്യം കൂടി ആവശ്യമുണ്ട്. അത് നല്ല പ്രൊഫഷണൽ സാമർഥ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു നിര ഉദ്യോഗസ്ഥരും പ്രൊഫഷണലുകളും ഈ രംഗത്ത് നമുക്ക് ആവശ്യമുണ്ട്. അക്കാര്യത്തിലും കൂടി പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം. അതിനു വേണ്ടിയുള്ള വിനിയോഗം നടത്തുന്നതിന് വേണ്ടി കൂടി നമുക്ക് ആവുകയും വേണം. അങ്ങനെയെങ്കിൽ വളരെ നല്ല രീതിയിൽ കേരളത്തിൽ സാധ്യതയുള്ള ഒരു മേഖലയായി ടൂറിസത്തെ നമുക്ക് പരിഗണിക്കുകയും ചെയ്യാം.